അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, തിങ്കളാഴ്ച സൂര്യാസ്തമനത്തോടുകൂടെ നമ്മിലേക്ക് കിടന്നു വരുന്നത്, നമ്മിലേക്ക് സമാഗതമാകുന്നത് വളരെ മുബാറക്കുള്ള, വളരെ ഇജാബത്തുള്ള ദുആക്ക് ഇജാബത്തുള്ള രാവല്ലയോ, നുസൂലുർ റഹ്മാനിറങ്ങുന്ന രാവല്ലയോ. മഹാനായ റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ പറയുകയോ, ഹാദിഹിൽ ലൈല, ഈ രാത്രി ഉണ്ടല്ലോ, മുഖ്തസത്തുൻ ബിഖംസി ഖിസാൽ, 5 കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകമാ. അല്ലവ്വലു, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ, തഫരീഖു കുല്ലി അംരിൻ ഹകീമിൻ ഫിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുബാറക്കായ രാവുണ്ടല്ലോ, ഈ ഇജാബത്തുള്ള രാവുണ്ടല്ലോ, ഈ രാവിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമത്രേ. ആരൊക്കെ ഒരു വർഷം ആരെല്ലാം ജനിക്കും, മരിക്കും, ആരെല്ലാം രോഗിയാകും, രോഗികളെ രക്ഷപ്പെടും, ആരെല്ലാം അപകടത്തിൽ സംഭവിക്കും, ജീവിതം പൊലിഞ്ഞു പോകും, ആരെല്ലാം രക്ഷപ്പെടും, എത്രമാത്രം അവർക്ക് റിസ്ക് സമ്പാദിക്കാൻ കഴിയും, ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും, എല്ലാം തീരുമാനിക്കുന്ന രാവ്. അൽ-അവ്വലു, ഒന്നാമത്തത്, തഫരീഖു കുല്ലി അംരിൻ ഹകീമിൻ ഫിഹാ, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാത്രി. അതിന് ഉപോത്ബലമായി പറഞ്ഞത് ഒരായത്തുണ്ട്, ഫിഹാ കുല്ലു അംരിൻ ഹകീം. അസാനിയത്തു, രണ്ടാമത്തെ കാര്യം, റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, ഫളീലത്തുൽ ഇബാദത്തു ഫിഹാ, ഇബാദത്ത് ചെയ്യുമ്പോ, ഒരു യാസീൻ ഓതുമ്പോ, ഒരു തഹ്ലീൽ ചൊല്ലുമ്പോ, ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ, മറ്റു മാസങ്ങളെക്കാൾ, മറ്റു ദിവസങ്ങളെക്കാൾ വല്ലാത്ത ശ്രദ്ധയാ, വല്ലാത്ത പവറാ അല്ലാഹു തന്റെ അടിയാരങ്ങൾക്ക് നൽകുന്നത്. ഫളീലത്തുൽ ഇബാദത്തി ഫീഹാ, ഇബാദത്തുകൾക്ക് വല്ലാത്ത വല്ലാത്ത ശ്രദ്ധ അല്ലാഹു നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാ. അൽ ഖസ്ലത്തു സാലിസ, മൂന്നാമത്തെ കാര്യമായി കൊണ്ട് റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, നുസൂലുർ റഹ്മാൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് തന്റെ അടിയാരങ്ങളിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് ബറാത്തിന്റെ രാവിലെന്ന് റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ നമ്മെ പഠിപ്പിക്കുകയാ. അതിനെ തെളിവായി കൊണ്ട് മഹാനായ റാസി ഇമാം പറയുകയാ, ഇന്നല്ലാഹ ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ യർഹമു ഉമ്മതി ഫീ ഹാദിഹിൽ ലൈല, ഈ രാവുണ്ടല്ലോ, ഈ രാത്രിയിൽ തന്റെ അടിയാരങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യുമത്രേ. ബിഅദദി ശഅരി അഗ്നാമിൽ കൽബി, കൽബ് ഗോത്രക്കാരുടെ, ആടുകളുടെ രോമങ്ങൾ കണക്കെ അല്ലാഹു തന്റെ അടിയാരങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് എന്റെ ഹബീബായ നമ്മുടെ മുത്തു റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാ. ആരാണ് കൽബ് ഗോത്രമെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്ന, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആടുകൾ ഉണ്ടായിരുന്ന ഗോത്രമാണ് കൽബ് ഗോത്രം. ഒരു ആടിന് തന്നെ ലക്ഷക്കണക്കിന് രോമങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അബിഅദദി ശഅരി അഗ്നാമിൽ കൽബി,
കൽബ് ഗോത്രക്കാരുടെ രോമങ്ങൾ കണക്കെ, അവിടുത്തെ ആടുകളെ രോമങ്ങൾ കണക്കെ അല്ലാഹു തന്റെ അടിയാരങ്ങൾക്ക് റഹ്മത്ത് ചൊരിയുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയാ. അതാണ് മൂന്നാമത്തത് റാസി ഇമാം പറഞ്ഞത് നുസൂലുർ റഹ്മാൻ വൽ ഖസ്ലത്തുർ റാബിഅ. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? നാലാമത്തെ കാര്യമായിട്ട് റാസി ഇമാം അവിടുത്തെ തഫ്സീർ കബീറിൽ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഉസൂലുൽ മഗ്ഫിറ. അല്ലാഹു തന്റെ അടിയാരങ്ങൾക്ക് അവർ ചെയ്തു പോയ ചെറുതും വലുതുമായ രഹസ്യമായ പരസ്യമായ സകലമായ പാപങ്ങളും പുറത്തു കൊടുക്കുകയാ. ഉസൂലുൽ മഗ്ഫിറ. അല്ലാഹു തന്റെ അടിയാരങ്ങൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയാ. അത് തെളിവായിക്കൊണ്ട് മഹാനായ റാസി ഇമാം പറയുകയാ, ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഫീ തിൽകൽ ലൈല ഇല്ലാ ലികാഹിനിൻ. ആ ബറാത്തിന്റെ രാവിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാ. ഇല്ലാ ലികാഹിനിൻ. ജോത്സ്യ പണിയെടുക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഔ മുശാഹിനി. തെറ്റ് ചെയ്യുന്ന ആളുകളെ, തെറ്റി നടക്കുന്ന ആളുകളെ പിണക്കത്തോടെ പരിഭവത്തോടെ എപ്പോഴും തർക്കത്തിലാകുന്ന ആളുകളുണ്ടല്ലോ, മിണ്ടാതെ നടക്കുന്ന ആളുകളുണ്ടല്ലോ, തന്റെ സഹോദരനോട്, തന്റെ മുസ്ലിമായ സഹോദരനോട് ചെറിയ ചെറിയ കാര്യങ്ങളുടെ മേൽ പിണങ്ങി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു പൊറുക്കൂല. ഔ മുദ്മിനി ഖംറിൻ. കള്ള് കുടിക്കുന്ന ആളുകളുണ്ടല്ലോ, കള്ള് കുടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കൂല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഔ ആഖിൽ വാലിദീൻ. മാതാപിതാക്കളെ വിഷമിക്കുന്നവരെ, മാതാപിതാക്കളെ പ്രയാസത്തിലാക്കുന്നവരെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിലാക്കുന്നവരെ, അവരോട് അച്ചടക്കമില്ലാതെ അതമില്ലാതെ, എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് പ്രസവിച്ച ഉമ്മായോടും വാപ്പായോടും അച്ചടക്കമില്ലാതെ വൈരാഗ്യത്തോടുകൂടെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫഖ്റ് കാണിച്ച് കിബ്റ് കാണിച്ചുകൊണ്ട് വാപ്പയോട് ഉമ്മയോട് കലഹിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഔ മുസിറൻ അലാ സിനാ ഔ മുസിറുൻ അലാ സിനാ. സ്ഥിരമായി വ്യഭിചരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒന്നോ രണ്ട് പ്രാവശ്യം അത് ആ വലിയ തെറ്റിൽ പങ്കാളികളായിട്ട് ചെയ്തു പോയിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയവരല്ല. സ്ഥിരമായി വ്യഭിചരിക്കുന്നവരെ, ഇതൊരു തെറ്റല്ല, ഇതൊരു തെറ്റല്ല, ഇത് വലിയ കുറ്റമല്ല, അല്ലാഹുവിനെ പേടിയില്ലാതെ ദീനിനെ പൊളിച്ചു മാറ്റുന്ന ആളുകളുണ്ടല്ലോ. ഔ മുസിറുൻ അലാ സിനാ. സ്ഥിരമായി വ്യഭിചരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കൂല. 4 വിഭാഗം ആളുകളെ നമ്മൾ പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, 4 കാര്യങ്ങളും റാസി ഇമാം പഠിപ്പിച്ച 4 കാര്യങ്ങളും നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. റാസി ഇമാം പറയുകയാ, അവിടുത്തെ തഫ്സീറിൽ പറയുകയാ, അൽ ഖാമിസു. 5-ാമത്തെ കാര്യം ലൈലത്തുൽ ബറാഅത്തിന്റെ പ്രത്യേകത. 5-ാമത്തെ പ്രത്യേകത മഹാനായ റാസി ഇമാം പറയുകയാ, അന്നഹു തആല, തീർച്ചയായിട്ടും അല്ലാഹു തആല അഅതാ റസൂലഹു തമാമ ശഫാഅ. ശഫാഅത്തിനുള്ള പരിപൂർണ്ണ അധികാരം കൊടുക്കുന്ന
തുറക്കുന്ന ദിവസമാണ്. ആ ലൈലത്തുൽ ബറാഅയുടെ ലൈലത്തുൽ ബറാഅത്തിന്റെ രാവിലെന്ന് റാസി ഇമാം നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട ഉമ്മ, അടുത്ത ഒരു ബറാഅത്തിന്റെ രാവിലെ വരവേൽക്കാൻ നമ്മിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ, ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ സാധിക്കൂല. ഈ തിങ്കളാഴ്ച ദിവസത്തിലെ സൂര്യാസ്തമനത്തോടുകൂടെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ലോകം നിയന്ത്രിക്കുന്ന ജഗന്നിയന്താവായ റബ്ബിലേക്ക് കരങ്ങളും ഉയർത്തിപ്പിടിച്ച്